ഫ്ളാറ്റിലേക്ക് കനത്ത സൈറൻ മുഴക്കിക്കൊണ്ടാണ് പോലീസ് വണ്ടികൾ വന്നു നിന്നത്. ചോരയൊലിപ്പിച്ച് തറയിൽ കിടക്കുന്ന നഗരത്തിലെ പ്രശസ്തനായ ന്യൂറോ സർജൻ റയാൻ, കൈത്തണ്ട മുറിഞ്ഞ് വേദനയോടെ ഇരിക്കുന്ന ദേവ്, വിറയ്ക്കുന്ന കൈകളോടെ ഫോണും പിടിച്ചു നിൽക്കുന്ന മേഘ്ന. ആ രംഗം കണ്ടതും പോലീസുകാർ വേഗത്തിൽ കാര്യങ്ങളിലേക്ക് കടന്നു. റയാനെ ഉടനെ തന്നെ പോലീസ് കാവലിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. മേഘ്നയെയും ദേവിനെയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്റ്റേഷനിലെ ഇരുണ്ട ലൈറ്റുകൾക്ക് കീഴിലിരിക്കുമ്പോൾ മേഘയുടെ മനസ്സ് ശാന്തമായിരുന്നു. ഭയം അവളെ പൂർണ്ണമായും വിട്ടുപോയിരുന്നു. കൺട്രോൾ റൂമിലെ വനിതാ സബ് ഇൻസ്പെക്ടർ അനീറ്റ അവളുടെ അരികിലേക്ക് വന്നു. മേഘ്ന, നീ ചെയ്തത് സ്വയം പ്രതിരോധമാണ്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ഡോക്ടർ റയാന്റെ കുടുംബം വളരെ സ്വാധീനമുള്ളവരാണ്. അവർ നിനക്കെതിരെ വധശ്രമത്തിന് കേസ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. നീ ശക്തമായി തന്നെ മുന്നോട്ട് പോകണം. അനീറ്റയുടെ വാക്കുകൾ അവൾക്ക് വലിയൊരു ധൈര്യം നൽകി. മേഘന തൻ്റെ കഫേയിൽ നടന്ന കാര്യങ്ങളും തൻ്റെ ഫ്ലാറ്റിൽ റയാൻ അതിക്രമിച്ച് കയറിയതും ഒടുവിൽ തന്നെയും ദേവിനെയും കൊല്ലാൻ ശ്രമിച്ചതുമെല്ലാം കൃത്യമായി മൊഴി നൽകി. കഫേയിലെ CCTV ദൃശ്യങ്ങളും വക്കീൽ വഴി അവൾ പോലീസിന് കൈമാറി. റയാന്റെ കരിയർ തകർത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ അവൻ മേഘനയുടെ മേൽ തീർക്കുകയായിരുന്നു എന്ന് നിയമത്തിന് മുന്നിൽ വ്യക്തമായി. റയാന്റെ തലയിലെ പരിക്ക് ഗുരുതരമായിരുന്നു. ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്ക് ശേഷം കോടതി അവനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടു. അവൻ്റെ മെഡിക്കൽ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കപ്പെട്ടു. ഒരിക്കൽ നഗരത്തിൻ്റെ മുകളിൽ രാജാവിനെ പോലെ ജീവിച്ച മനുഷ്യൻ ഇന്ന് 4 ചുവരുകൾക്കുള്ളിലായി. ഈ സമയം അത്രയും ദേവ് മേഘനയ്ക്കൊരു നിഴല് പോലെ കൂടെ ഉണ്ടായിരുന്നു. അവളുടെ കഫേ വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ അവൻ അവളെ സഹായിച്ചു. കഫേയിലെ തകർന്ന സാധനങ്ങളെല്ലാം മാറ്റി പുതിയ പെയിന്റ് അടിച്ച് കൂടുതൽ മനോഹരമാക്കി അവർ അതിനെ മാറ്റിയെടുത്തു. ഒരു വൈകുന്നേരം കഫേയിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ദേവും മേഘനയും ഒപ്പം ഇരുന്ന് കാപ്പി കുടിക്കുകയായിരുന്നു. മേഘന, നീ ഇപ്പോൾ ആളാകെ മാറിപ്പോയി. പഴയ ആ പേടിച്ചു പോകുന്ന പെൺകുട്ടിയല്ല നീ ഇപ്പോൾ. ഐ ആം പ്രൗഡ് ഓഫ് യു. ദേവ് അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. എല്ലാം നീ കൂടെ ഉള്ളത് കൊണ്ടല്ലേ ദേവ്. നീ അന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ. മേഘയുടെ വാക്കുകൾ പൂർണ്ണമായില്ല. അവളുടെ കണ്ണുകളിൽ ദേവിനോടുള്ള കടുത്ത കൃതജ്ഞതയും പ്രണയവും നിറഞ്ഞു നിന്നു. എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം മേഘ്ന. നിന്നെ എന്നും ഇങ്ങനെ സന്തോഷത്തോടെ സംരക്ഷിക്കണം. നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങിയാലോ? ദേവ് പതുക്കെ അവളുടെ കൈകളിൽ പിടിച്ചു. ആ കൈകളിൽ ഭയപ്പെടുത്തുന്ന മുറുക്കമില്ലായിരുന്നു. പകരം വറ്റാത്ത സ്നേഹത്തിൻ്റെ ചൂട് മാത്രമാണ് ഉണ്ടായിരുന്നത്. മേഘന ഒരു നിമിഷം ആലോചിച്ചു. ദേവിനോട് അവൾക്ക് പ്രണയമുണ്ട്. എന്നാൽ റയാൻ ഏൽപ്പിച്ച ആ മാനസികാഘാതം അവളുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായി മാറിയിരുന്നില്ല. മറ്റൊരു പുരുഷനെ വിശ്വസിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ അവളുടെ മനസ്സ് അല്പം കൂടി സമയം ചോദിക്കുന്നുണ്ടായിരുന്നു. ദേവ്, എനിക്ക് കുറച്ചുകൂടി സമയം വേണം. ഞാൻ മാനസികമായും പൂർണ്ണമായും തയ്യാറാകുമ്പോൾ അന്ന് ഞാൻ നിന്റെ കൈ പിടിക്കും. അതുവരെ എനിക്ക് കൂട്ടുണ്ടാകുമോ? അവൾ ആർദ്രമായി ചോദിച്ചു. എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം മേഘ്ന. ദേവ് അവളെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. റയാൻ തന്ന ആ പഴയ മുറിപ്പാടിന് മുകളിലായിരുന്നു ആ ചുംബനം. അതവൾക്ക് വലിയൊരു ആശ്വാസമായി തോന്നി. എന്നാൽ വിധി അവരെ വീണ്ടും പരീക്ഷിക്കുകയായിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം മേഘ്നയെ കാണാൻ ഒരാൾ കഫേയിലേക്ക് വന്നു. അത് റയാന്റെ അമ്മയായിരുന്നു. പ്രൗഢിയുള്ള എന്നാൽ മകൻ്റെ ഓർമ്മയിൽ തകർന്നു പോയൊരമ്മ. അവർ മേഘനയ്ക്ക് മുന്നിൽ കൈകൂപ്പി കരഞ്ഞു. മേഘ്ന, എൻ്റെ മകന് തെറ്റുപറ്റിപ്പോയി. അവന് ചെറുപ്പം മുതലേ ദേഷ്യക്കൂടുതലായിരുന്നു. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിൽ അവൻ നിയന്ത്രണം വിടും. പക്ഷേ അവൻ നിന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു മോളെ. ജയിലിൽ കിടന്ന് അവൻ മാനസികമായും പൂർണ്ണമായും തകർന്നു. അവൻ ഭക്ഷണം പോലും കഴിക്കുന്നില്ല. നിന്നൊന്ന് കാണണമെന്ന് അവൻ എപ്പോഴും പറയാറുണ്ട്. പ്ലീസ്, കേസ് പിൻവലിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവനെ ജയിലിൽ വന്ന് ഒന്ന് കാണാൻ നീ തയ്യാറാകണം. നീ പറഞ്ഞാൽ അവൻ മാറിക്കോളും. ആ അമ്മയുടെ കണ്ണുനീര് മേഘയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. റയാൻ തന്നെ ജീവനായി സ്നേഹിക്കുകയും എന്നാൽ മൃഗത്തെ പോലെ ഉപദ്രവിക്കുകയും ചെയ്ത മനുഷ്യൻ. അവനെ വീണ്ടും കാണുക എന്നത് മേഘനയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു.
എന്നാൽ ഒരമ്മയുടെ കണ്ണുനീർ കാണുമ്പോൾ അവൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. അവൾ ദേവിനോട് കാര്യം പറഞ്ഞു. ദേവാദ്യം അതിനെ ശക്തമായി എതിർത്തു. വേണ്ട മേഘ്ന, അവൻ വീണ്ടും നിന്നെ മാനസികമായി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുകയാണ്. നീ പോകരുത്, ദേവ് പറഞ്ഞു. ഇല്ല ദേവ്, എനിക്ക് പോയേ തീരൂ. റയാൻ എന്ന അധ്യായം എൻ്റെ മനസ്സിൽ നിന്നും പൂർണ്ണമായി അടയണമെങ്കിൽ ഞാൻ അവനെ നേരിട്ട് കണ്ട് സംസാരിക്കണം. എൻ്റെ ഉള്ളിലെ ഭയത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ എനിക്ക് ആ കൂടിക്കാഴ്ച കൂടിയേ തീരൂ, മേഘന ഉറപ്പിച്ചു പറഞ്ഞു. ഒടുവിൽ ദേവിൻ്റെ അനുവാദത്തോടെ അവൾ സെൻട്രൽ ജയിലിലേക്ക് തിരിച്ചു. ജയിലിൻ്റെ സന്ദർശക മുറിയിലെ കനത്ത ഇരുമ്പഴികയ്ക്കപ്പുറം റയാൻ വന്നു നിന്നു. അവനെ കണ്ടതും മേഘനയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. കോട്ടും സൂട്ടും അണിഞ്ഞ് തലയുയർത്തി നടന്നിരുന്ന ഒരു സർജൻ ഇന്ന് ജയിലിൻ്റെ സാധാരണ വസ്ത്രത്തിൽ താടിയും മുടിയും നീട്ടി കണ്ണുകൾ കുഴിഞ്ഞുപോയ ഒരു രൂപമായി മാറിയിരിക്കുന്നു. അവനിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ആ പഴയ വന്യതയില്ലായിരുന്നു. പകരം കനത്ത അശ്രുബിന്ദുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവൻ പതുക്കെ ആ ഇരുമ്പഴികൾക്കിടയിലൂടെ കൈകൾ പുറത്തേക്ക് നീട്ടി. മേഘ്ന. അവൻ്റെ ശബ്ദം അങ്ങേയറ്റം തളർന്നതായിരുന്നു. നീ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ കരുതിയില്ല. ഐ ആം സോറി. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. എൻ്റെ പ്രണയം ഒരു ഭ്രാന്തായി മാറിപ്പോയി. എൻ്റെ അമ്മ പറഞ്ഞിട്ടാണോ നീ വന്നത്? മേഘന അഴികളിൽ നിന്നും അല്പം മാറി നിന്നു. അവൾ ശാന്തമായി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. റയാൻ, ഞാൻ വന്നത് കേസ് പിൻവലിക്കാനോ നിന്നോട് ക്ഷമിക്കാനോ അല്ല. നിന്റെ പ്രണയം സ്നേഹമായിരുന്നില്ല, അത് വെറുമൊരു പൊസസീവ്നെസ് മാത്രമായിരുന്നു. നിനക്ക് എന്നേക്കാൾ ഇഷ്ടം നിന്റെ ഈഗോയായിരുന്നു. നീ ജയിലിൽ കിടക്കുന്നത് ഞാൻ തന്ന പരാതി കൊണ്ടല്ല, നിന്റെ ഈ സ്വഭാവം കൊണ്ടാണ്. നിയമം അതിൻ്റെ വഴിയെ പോകും. നീ നിന്റെ തെറ്റുകൾ തിരുത്തി ഒരു നല്ല മനുഷ്യനാകാൻ ശ്രമിക്കുക, മേഘ ഒട്ടും പതരാതെ പറഞ്ഞു. മേഘ്ന, പ്ലീസ് എന്നെ ഇങ്ങനെ തനിച്ചാക്കി പോകരുത്. ഞാൻ മാറി ജീവിച്ചോളാം. റയാൻ അഴികളിൽ പിടിച്ച് കരഞ്ഞു. നമ്മൾക്കിടയിലെ എല്ലാം ആ രാത്രിയിൽ അവസാനിച്ചതാണ് റയാൻ. ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മേഘന തിരിഞ്ഞു നടന്നു. പുറകിൽ നിന്നും റയാൻ അവളുടെ പേര് വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല. ജയിലിൻ്റെ കനത്ത കവാടം കടന്ന് പുറത്തേക്ക് വരുമ്പോൾ മേഘനയ്ക്ക് തൻ്റെ മനസ്സിലെ വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി. പുറത്ത് കനത്ത വെയിലുണ്ടായിരുന്നു. ആ വെയിലിൽ കൈകൾ കെട്ടി പുഞ്ചിരിയോടെ അവളെയും കാത്ത് ദേവ് നിൽപ്പുണ്ടായിരുന്നു. മേഘന പതുക്കെ നടന്ന് ദേവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൾ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഇത്തവണ അവളുടെ മനസ്സിൽ യാതൊരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. പ്രണയത്തിൻ്റെ പുതിയൊരു വസന്തത്തിലേക്ക്, സുരക്ഷിതമായ ഒരു ജീവിതത്തിലേക്ക് അവൾ ദേവിനോടൊപ്പം ചുവടുവെക്കുകയായിരുന്നു. ഇത് നമ്മുടെ സ്റ്റോറിയുടെ 5ാമത്തെ പാർട്ടാണ് കേട്ടോ. ഇനി ഒരു 5-6 പാർട്ടും കൂടെ കാണും. അതുകൂടെ കഴിഞ്ഞാൽ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കും. എനിക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സ്റ്റോറീസ് ഇനിയും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.